നീ അമ്മാവന്റെ വീട്ടിലായി കൊണ്ടെടുക്കല് ഊടായിപ്പ് കളി കളിക്കരുത്. വോയിസ് മാത്രമേ ചില മിക്സ് പറയും. പിന്നെ ഞാനിപ്പോ എന്താ വീട്ടിൽ പോയിട്ടൊക്കെ കഴിച്ച മധുരട്ടിലുള്ള സാധനം എനിക്ക് തോന്നിയില്ല കിട്ടും. കണ്ടുപിടിക്കണ്ടേ? ഹായ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പൊ ഇന്ന് നമ്മളൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചലഞ്ച് വീഡിയോ ഇട്ട് നമ്മൾ ആദ്യമായിട്ട് ഇട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടതാണ് ലാഷിക. പക്ഷെ എന്താന്ന് വെച്ചാല് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസ് എല്ലാം കിട്ടി അല്ലേ? പക്ഷേ ഈ പ്രാവശ്യം നമ്മളൊരു മാരകമായിട്ടുള്ള ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പറയുന്നില്ല ഗൈസ് എന്ത് ചലഞ്ച് എന്താന്നുള്ളത്. ഞങ്ങൾക്ക് പേപ്പർ ഒക്കെ തന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിയില് ചെറിയ അസൂയ. അത് എനിക്കല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇന്നെ പൊട്ടിച്ചതിന്റെ അഹങ്കാരം നല്ല പോലെ ഉണ്ട്. ഈ പ്രാവശ്യം ഇന്നെ പൊട്ടിക്കുമെന്ന് പറഞ്ഞ നടക്കുക ഒറ്റ ചലഞ്ചില് പക്ഷെ ഞാനില്ലേ ഈ പ്രാവശ്യം ചലഞ്ചില് ഇപ്പൊ അതായത് നമ്മളെ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഗസ് ദ തിങ്. അപ്പൊ അതായത് ഞാന് അതായത് ഈ ഒരു പേപ്പറിൽ ഇങ്ങനത്തെ ഒരു പേപ്പർ ആഷിക്കാക്കും കൊടുത്തേക്ക്. പേപ്പറിൽ ഞാൻ എന്താക്കും ഒരു വേർഡ് എഴുതും. വേർഡ് എന്ന് പറഞ്ഞാൽ ഗസ് ദ തിങ് ആട്ടോ. ഒരു തിങ്ങിന്റെ നെയിം എഴുതും. അതായത് ഇപ്പോ ഫാൻ എഴുതാ, ഷർട്ട് എഴുതാ, ഫോൺ, ലാപ്ടോപ്പ്, അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. ഞാനും ഒന്ന് എഴുതും, ആഷിക്ക എഴുതും. എന്നിട്ട് ആഷിക്ക കാണാണ്ട് ഞാൻ ആഷിക്കാന്റെ ഇവിടെ ഇതിങ്ങനെ ഒട്ടിക്കും. അതേമാതിരി ആഷിക്ക എന്താക്കണം, ഞാൻ കാണാണ്ട് ഇവിടെ ഒട്ടിക്കണം. എന്നിട്ട് ആഷിക്ക അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ട. അപ്പൊ പിന്നെ ഞാൻ പൊട്ടുന്നില്ല. ഇപ്രാവശ്യം ഞാൻ എന്തിറ്റും നിങ്ങൾക്ക് കിട്ടാത്തൊരു വേർഡാണ് ഞാൻ എഴുതാൻ പോകുന്നത്. നിങ്ങൾക്ക് കിട്ടൂല, ഉറപ്പായിട്ട് കിട്ടൂല. ആയിക്കോട്ടെ, ഇതില് തോറ്റാൽ എന്താ അറിയോ, ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാല് വാങ്ങിക്കാൻ തന്നെ പൈസ നമ്മ നോക്കാം. എന്തിനാ വെറുതെ ഡയലോഗ് അടിക്കുന്നില്ലേ? കാര്യായിട്ട് എന്തോ വരുന്നുണ്ട്. ക്യാപിറ്റൽ എഴുതണോ സ്മോൾ? അത് എങ്ങനെ വേണേ എഴുതിക്കുക. ക്യാപിറ്റൽ ചെയ്താൽ സ്മോൾ ചെയ്താലും വരുന്ന അക്ഷരങ്ങൾ ഒന്നും തന്നെയല്ലേ. നോക്കരുതേ, കള്ളക്കളിയാണേ ഇത്. ഞങ്ങക്ക് കിട്ടാത്തൊരു പേടിയാണ് ആലോചിക്കാം. ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ നിങ്ങളടുത്ത് ആലോചിച്ച് വെക്കണമെന്നല്ലോ. ഞാൻ ആലോചിച്ചിരിക്കാത്ത പ്രശ്നം. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല ചലഞ്ച് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പൊ ഒട്ടിച്ചോ? ഞാൻ ഒട്ടിക്കാനാ? എന്നാ കണ്ണൂട്ട് കാണിച്ചിട്ട് സ്പെല്ലിംഗ് ഒക്കെ ശരിയാന്ന് തോന്നുന്നു. എന്നാ ഞാൻ തിരിച്ചല്ലേ എഴുതിയത്? അല്ലല്ല, അങ്ങനെ തന്നെ ആണോ? അല്ല, ഇത് അപ്പൊ ക്യാമറ നോക്കുമ്പോ നേരെ തിരിഞ്ഞാ വരുന്നത്. സാറില്ല, ഇങ്ങനെ ഒട്ടിക്കാം. എന്താ കറക്റ്റാ കറക്റ്റാ കഴിഞ്ഞ് നിങ്ങൾ കണ്ടുപിടിക്കൂ. അപ്പൊ ഞാൻ ഇങ്ങനെ നേരെ ഒട്ടിച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞു വരുമോ? എനിക്ക് കണ്ടാ മനസ്സിലാവില്ല. അപ്പൊ അങ്ങ് തിരിച്ചൊട്ടിച്ചോ, ഒട്ടിച്ചു വെക്കാം. അപ്പൊ അങ്ങ് നേരെ ആക്കാലോ. അതെ, പൂട്ട്. ഞാൻ കറക്റ്റ് എഴുതിയത് തന്നെ ഒട്ടിക്കുള്ളൂ. അപ്പൊ നമ്മളെ സ്റ്റാർട്ട് ചെയ്ത്. എന്നാ പിന്നെ തുടങ്ങിയല്ലേ? തുടങ്ങി. ഇതെങ്ങനെ ഗെയിമിന്റെ റൂളൊക്കെ ഒന്ന് പറഞ്ഞോണ്ടാ? നിങ്ങക്ക് ഡൗട്ട് ചോദിക്കാം, എങ്ങനെ ചോദിക്കാം. എന്നാ ഫസ്റ്റ് ഞാൻ ചോദിക്കട്ടെ, ഫുഡ് ഐറ്റം ആണോ? അല്ല, ഫുഡ് ഐറ്റം ആണോ? ഫുഡ് ഐറ്റം ആണോ? ആവാം, ആവാതിരിക്കാം. അത് ശരി, അത് പറഞ്ഞോ. എന്നാ ഫുഡ് ഐറ്റം ആണ്. ഓക്കേ, അതായത് കഴിക്കുന്നതാണോ കുടിക്കുന്നതാണോ? കഴിക്കാം, കുടിക്കാം. അതോരത്തിന് വ്യക്തിപരമായ ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പൊ കുടിക്കാനും പറ്റും കഴിക്കാനും പറ്റുന്ന സാധന? കുടിക്കുന്നവരുണ്ടോ എനിക്ക് അറിയാം, ചിലപ്പം കുടിക്കും. ഇത് എന്താ പറയാ, കഴിക്കുന്നല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും നമ്മളെ റൂമിലുള്ള സാധനങ്ങൾ അങ്ങനത്തെ ആണോ? റൂമിലുണ്ടാവാം, റൂമിലില്ലാണ്ടാവാം. ചീർപ്പ് അങ്ങനത്തെ സാധനമാണോ? അതൊന്നും ഞാൻ പറയൂല. അന്ന് പിന്നെ അതങ്ങ് പറഞ്ഞാ പോരെ. ഇത് സ്വീറ്റ് ആണോ അല്ലെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള സാധനമാണോ? അതായത് സ്വീറ്റ് ആണോ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടാവാം. സ്പൈസി ആണോ വെച്ചിട്ട് ഇത് സ്പൈസി ആക്കുന്ന ആൾക്കാർ ഉണ്ടാവുമെന്ന് അറിയില്ല, ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ സ്വീറ്റ് ആണ്. സ്വീറ്റ് ആയിരിക്കും. പിന്നെ ഇത് എന്ന് പറയുന്നത് ഫുഡ് ഐറ്റം അല്ല, റൂമിലെ സാധനങ്ങളും അല്ല. റൂമിലുണ്ടാവാം. എന്തെങ്കിലും പ്രൊഡക്റ്റ് ആണോ? മൈക്ക്? എന്ത് മൈക്ക് ആണോ? ക്യാമറ? അതൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ കറക്റ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ സെറ്റ് ആക്കി പറഞ്ഞുതരാം. അപ്പൊ ഇത് സ്വീറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. തിന്നൂല, പക്ഷെ കുടിക്കും. തിന്നണമെങ്കിൽ തിന്നുകയും കുടിക്കൊക്കെ ചെയ്യാ. ഓക്കെ, ബ്രൗൺ കളറാണോ? ബ്രൗൺ കളർ അല്ല. അല്ല. പിന്നതിപ്പോ എന്താ?
ഇതെന്ന് പറയുന്നത് ഡ്രസ്സാണോ, ഇടാൻ പറ്റുന്നതാണോ? അല്ല ഏഹ് അല്ല. ഇടാൻ പറ്റുന്ന, നമ്മൾ എവിടെയും പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടു നടക്കുന്നതാണോ? കൊണ്ട് നടക്കുന്നതാണോ? എന്നാലേ ഇത് അല്ല, അത് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ കൊണ്ടെടുക്കാം, ഇല്ലെങ്കിൽ കൊണ്ടെടുക്കണ്ട. ഇത് കൊണ്ടെടുക്കുന്നത് നിർബന്ധമായ സാധനമാണോ? അതൊക്കെ എന്തൊന്നും പറയാൻ എനിക്ക് മനസ്സിലാവാതെ ഇങ്ങനെ നീണ്ടു പോലുള്ളൂ. കൊണ്ടൊക്കെ നിർബന്ധമാണോ? വേണമെങ്കിൽ കൊണ്ടെടുക്കാം, ഇല്ലേ കൊണ്ടെടുക്കണ്ട. അതായത് നിർബന്ധമൊന്നുമില്ല, വേണേ കൊണ്ടെടുക്കാം. കൊണ്ടെടുക്കുന്ന ഒരു സാധനമാണോ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥലത്ത് എപ്പോഴും കീപ്പ് ചെയ്യുന്ന സാധനമാണോ? അല്ല അല്ല, നിങ്ങൾക്ക് അതല്ല ഞാൻ പറഞ്ഞ, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടെടുക്കാം, കൊണ്ടെടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. വാച്ചാണോ? ആണെന്ന് പറയുകയാണെങ്കിൽ ആണെന്ന് പറയാ, ഇല്ലെങ്കിൽ പറയുന്നില്ല. ഫോണ്? ഞാൻ പറഞ്ഞില്ലേ, ആണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആണെന്ന് കറക്റ്റ് പറഞ്ഞു. ഞാൻ ഡെയിലി കഴിക്കുന്ന സാധനമാണോ? നീ ഡെയിലി കഴിക്കലുണ്ട്. കഴിക്കലുണ്ട്. എനിക്ക് ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടപ്പോ കൊറേ കൂട്ടില്ലേ? അല്ല, എന്നാലും ഇഷ്ടൊക്കെ തന്നെ. എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടൊക്കെ തന്നെ. എനിക്ക് ഇഷ്ടമാണ്. സ്വീറ്റ് ആയിട്ടാണ്. എനിക്ക് സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അധികം ഇഷ്ടമല്ലല്ലോ. എനിക്കറിയില്ല, സ്വീറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണത്. ഞാൻ ഡെയിലി ഡെയിലി കഴിക്കണമെന്നില്ല. അങ്ങനെ ഇപ്പൊ ഡെയിലി കഴിക്കലെന്ന് പറയാ, ഡെയിലി ഉണ്ടാക്കി ഡെയിലി കഴിക്കാതെ. ഇപ്പൊ ഡെയിലി ഉണ്ടാക്കിയില്ലെങ്കിൽ ഡെയിലി കഴിക്കാതൊക്കെ. അപ്പൊ ഞാൻ ഡെയിലി ഉണ്ടാക്കലില്ല. ഡെയിലി ഉണ്ടാക്കലുണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. വീക്കിലി ആണോ ഉണ്ടാക്കല്? വീക്കിലി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും. വീക്കിലി ഞാൻ ഉണ്ടാക്കലുണ്ട്. വീക്കിലി ഉണ്ടാക്കലുണ്ടെന്ന് 100% പറയാൻ പറ്റില്ല. പക്ഷെ ചിലപ്പോ അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ചിലപ്പോ നേരെ ഉണ്ടാക്കും. എന്റെ മൂട് മാതിരി. ചായ ആണോ? ഇത് ഫുഡൊക്കെ പറഞ്ഞു. ഞാനിപ്പോ എനിക്ക് ക്ലൂ പോലും ചോദിക്കാൻ പറ്റുന്നില്ല എന്നോട്. ഇതിപ്പോ ചായ ആണോ? ചായ ഒന്നല്ല. ഇതിപ്പോ എന്നോട് എനിക്ക് ക്ലൂ പോലും ചോദിക്കാൻ പറ്റുന്നില്ല. ഇതെന്താ തീരുമാനാക്കുവോ? ഇത് ഞാൻ പറഞ്ഞ ഫുഡല്ല, പിന്നെ എന്താ പറയാ, റൂമിൽ വെക്കുന്ന സാധനമല്ല, പിന്നെ കൊണ്ടെടുക്കാൻ പറ്റുന്ന സാധനമാണോ വെച്ചപ്പോ അതിന് ഉത്തരമില്ല. എന്നെ കാര്യം പറയും. കൊണ്ടെടുക്കാൻ പറ്റത് അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടെടുക്കാം, പക്ഷെ നിർബന്ധമൊന്നുമില്ല. ബെൽറ്റ് ആണോ? ഇങ്ങനെ ചോദിച്ചാ പിന്നെ ആണോ ആണോ ചോദിച്ചാ പോരെ. ബെൽറ്റ് ആണോ? അല്ല, അത് ഞാൻ പറഞ്ഞില്ല. എന്നാലും ഇപ്പൊ ഇതെന്താവും? വേറെ ഇതന്നെ ഞാൻ വീക്കിലി ഉണ്ടാക്കാത്ത സാധനമാണെങ്കിൽ അശിക്കാം. അതിങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ, നീ വീക്കിലി ഉണ്ടാക്കലുണ്ടെന്നുള്ളത്. ഇപ്പൊ ഇനി പല സാധനങ്ങളും എന്താ പറയാ, നമുക്ക് ഒരു ഇഷ്ടം വരുമ്പോഴൊക്കെ ഉണ്ടാക്കാം. ആയിക്കോട്ടെ, അതാ ഞാൻ ചോദിക്കുന്നത്. എനിക്ക് വീക്കിലി ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ചോദിക്കേണ്ടത് അങ്ങനെ അന്ന് വീക്കിലി അങ്ങനെ ഇങ്ങനെ സാധനം അങ്ങനെ ആഴ്ചയിൽ ഓരോന്ന് ഉണ്ടാക്കലെപ്പോഴാ? അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ മന്ത്ലി ആണോ ഉണ്ടാക്കല്? അങ്ങനെ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കാനാ. പിന്നെ എന്താന്ന് കണ്ടുപിടിക്കണ്ടേ ആശിക്ക? ഒരു മിനിറ്റ്, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം. അപ്പൊ കണ്ടുപിടിക്കണ്ടേ? ക്ലൂ പറയാൻ ഫുഡ് ഐറ്റംസ് അല്ല, പിന്നെ ക്ലൂവിലേക്ക് എത്തിക്കാം. ഇത് ഒരു ക്ലൂ പോലെ എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് വാതർന്ന് മിണ്ടുന്നില്ല. പ്രത്യേകിച്ച് ക്ലൂ ചോദിക്കാൻ എനിക്കില്ല. അയ്യോ, മനസ്സിലാക്കണോ? എന്നോട് ഇപ്പൊ ക്ലൂ ചോദിച്ചിട്ട് നിങ്ങൾ മര്യാദക്ക് പറഞ്ഞു. ഞാൻ ഡെയിലി ഉണ്ടാക്കണ്ടോ? ഞാൻ പറയുന്നത് എനിക്ക് കറക്റ്റ് ആണെന്ന് പറയും. ഇത് എന്താ പറയാ, നമ്മളെ റൂമിൽ വെക്കുന്ന സാധനമാണോ? നമുക്ക് ആവശ്യമായ കാര്യങ്ങളാണ്, നമ്മുടെ ഡെയിലി ലൈഫിൽ ആവശ്യമായ കാര്യമാണ്. മറ്റേ ഫുഡ് ഐറ്റം അല്ലാന്ന് നീ പറഞ്ഞു കഴിഞ്ഞ ഓൾറെഡി. ഡെയിലി ലൈഫിൽ ആവശ്യമായ കാര്യ അല്ലേ? ഷർട്ടാണോ? ആണോ? അല്ല. പാന്റാണോ? ഇതെന്താ അങ്ങനെ ചോദിക്കരുത്. പിന്നെ ചോദിക്കാതെ ഇത് കഴിക്കേണ്ടത്. അതായത് നമ്മളിങ്ങനെ ഓരോരോ ക്ലൂ ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു സാധനം ഡിസൈഡ് ചെയ്യാം. ഞാനൊന്ന് കുറച്ച് ചോദിക്കട്ടെ. ഞാൻ വീക്കിലി ഉണ്ടാക്കലില്ല എന്നല്ലേ പറഞ്ഞത്? മന്ത്ലി ഉണ്ടാക്കലുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണോ? അതായത് ഇതിപ്പോ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനത്തിന്റെ പേരാണ്. ഇപ്പൊ ബിരിയാണി എന്ന് പറഞ്ഞ മാതിരിയാണോ, അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവത്തിന്റെ അരി അല്ല, ഷുഗർ അങ്ങനല്ല, ഒരു സംഭവത്തിന്റെ ചിലപ്പോ എല്ലോ ആക്കി വരുന്ന സമയത്ത് ആവുന്നൊരു സംഭവം. അതാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ചായ അങ്ങനല്ല. ഇപ്പൊ ചായയിൽ ഇപ്പൊ ചായപ്പൊടിയും എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ചായ ആയില്ലേ? അതേമാതിരി എല്ലാ മിശ്രിതം കൂട്ടി എന്നാൽ ഈ സാറായി മാറും. അതാ ഞാൻ ചോദിക്കുന്നത്. അല്ലാണ്ട് ഇപ്പം പരിപ്പ് അങ്ങനെയൊന്നല്ലോ. ഞാൻ കാര്യം പറയട്ടെ, ഈ ഫുഡായിട്ടില്ല എനിക്ക് ഗ്രൂപ്പ് ചോദിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞു. എനിക്ക് ഫുഡായിട്ട് രണ്ടാക്കും ആക്കിയത്. ഇതും ഞാൻ എന്നോട് ക്ലൂ പോലെ എനിക്ക് ചോദിക്കാൻ കിട്ടുന്നില്ല. പുഡിങ് അല്ല, എനിക്ക് തോന്നുന്നില്ല കിട്ടും. എനിക്കും തോന്നുന്നില്ല. ഇന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ കഴിച്ചിട്ടില്ല. ഇത് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ?
ഇന്ന് കൊണ്ടാടുന്നക്ക് ബൈക്ക് പോലെ ആണോ ഓലയാണോ ഓലയാണോ ഓലെയാണെന്ന് പറഞ്ഞ ഇനിയിപ്പോ 3 ചാൻസ് തരാം 5 ചാൻസ് അല്ല വേണ്ട നിങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞു എന്നോട് 3 ചാൻസ് നിങ്ങൾക്ക് 2 ചാൻസ് കൂടെ ഉള്ളൂ കേട്ടോ അങ്ങനെയൊന്നുമില്ല അല്ലാണ്ട് പിന്നത്തെ എല്ലാം ഞാൻ കുറച്ച് ക്ലൂ ചോദിക്കട്ടെ ഇങ്ങനെ ചോദിക്കുന്നുള്ളൂ അത് ഞാൻ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവൂ ഇങ്ങനെ ചോദിക്കുന്നുള്ളൂ ഇന്ന് ഞാൻ കഴിച്ചിട്ടില്ലല്ലോ ഇല്ല ഇന്നലെ കഴിച്ചിക്കോ ഇന്നലെ കഴിച്ചില്ല ഞാൻ കഴിച്ചിക്കണോ ഞാൻ കഴിച്ചില്ല ഈ അടുത്തെപ്പോഴെങ്കിലും കഴിച്ചിക്കോ അടുത്ത വെച്ചിട്ടുണ്ടോ ഈ അടുത്ത് കഴിച്ചിക്കണ് നിന്റെ വീട്ടിൽ പോയി കഴിച്ചിക്കോ അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ എന്റെ വീട്ടിൽ പോയപ്പോഴും കഴിക്കലുണ്ട് വീട്ടിൽ പോയപ്പോ കഴിക്കലുണ്ട് വീട്ടിൽ പോയപ്പോഴും കഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോ കഴിച്ചിക്കോ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഐസ്ക്രീമാ നോ പിന്നെ ഞാനിപ്പോ എന്താ വീട്ടിൽ പോയിട്ടൊക്കെ കഴിച്ച മധുരട്ടിലുള്ള സാധനം റൂമിലുള്ള സാധനമാണത് ഞാൻ പറഞ്ഞില്ലേ എന്ത് നമ്മളെ കൊണ്ടെടുക്കുന്ന സാധനം ഡെയിലി ഡെയിലി കൊണ്ടെടുക്കൂ ഫോൺ നമുക്ക് രണ്ടാൾക്കും ആവശ്യമുള്ള സാധനമാണോ അതൊന്നും പറഞ്ഞില്ല പിന്നെ എന്തെങ്കിലും ഇരിക്കുന്നത് നമുക്ക് നമുക്ക് രണ്ടാൾക്കും സാധനമാണോ കോമൺ ആയിട്ടുള്ള സാധനമാണോ അതായത് ബോയ്സ് മാത്രം യൂസ് ചെയ്യുന്നതാണോ അല്ല മിക്സ് ആണോ ബോയ്സ് മാത്രം യൂസ് ചെയ്യുന്ന മിക്സ് പറയും ഗ്രൂമർ എനിക്ക് പോകില്ല ബോയ്സ് മാത്രം യൂസ് ചെയ്യുന്ന മിക്സ് ആണ് പറയ് ഇതാ പറയ് ബോയ്സ് മാത്രം യൂസ് ചെയ്യുന്നതാണോ മിക്സ് ആണോ പറയ് മിക്സഡാ ഉറപ്പാ കള്ളാണെങ്കിൽ മിക്സഡാ ഞാൻ ഇങ്ങോട്ട് കഴിക്കലുണ്ടത് ഓ ഇത് ബോയ്സ് മാത്രല്ല ഒരുമിച്ചാ കഴിക്കല് ഇത് ബോയ്സ് മാത്രല്ല മിക്സറാ മിക്സ് ആയിട്ട് കൊണ്ടെടുക്കുന്ന ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോ കഴിച്ചിരിക്കുന്ന നിങ്ങൾ പറയുന്നത് ചായ അല്ല കോഫി അല്ല പിന്നെ പായസല്ല പിന്നെ ആ മധുരമുള്ള ഒന്നും ഞാൻ കഴിച്ചിട്ടില്ലല്ലോ ഡയറി മിൽക്കാ നമ്മൾ റൂമിൽ നിന്ന് കഴിക്കുന്നുണ്ടോ നമ്മൾ റൂമിൽ നിന്ന് കഴിക്കലില്ല കിച്ചണിന്നാ കഴിക്കുന്നത് കിച്ചണിന്ന് മാത്രമേ കഴിച്ചിട്ടുള്ളൂ ആളൊന്നും ആണെങ്കിൽ നമ്മൾ ഇവിടെ കഴിച്ചിട്ടുണ്ടോ ഉമ്മ ഉണ്ടാക്കലുണ്ടോ എന്റെ അമ്മേ ഞാൻ മാത്രമേ ഉണ്ടാക്കലുള്ളൂ ഇവിടെ എന്റെ അമ്മ ഉണ്ടാക്കലുണ്ടോ നിന്റെ ഉമ്മയും ഞാനും ഉണ്ടാക്കലുള്ളൂ എന്റെ അമ്മ ഉണ്ടാക്കലുണ്ടോ എനിക്ക് അറിയില്ല ചിലപ്പോ ഉണ്ടാക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിവില്ല നിങ്ങളമ്മ എന്തായിട്ട് ഉണ്ടാക്കലില്ല എന്റെ അമ്മ ഉണ്ടാക്കല് പറഞ്ഞേ കാറിന്റെ കീ ആണോ അല്ല ഇത് ഐസ്ക്രീം ലൈക്ക് സാധനമാണോ എല്ലാം പറഞ്ഞില്ലേ ഐസ്ക്രീം ലൈക്ക് സാധനമല്ല തണുപ്പിച്ച് കഴിക്കുന്ന ഞാൻ ചോദിച്ചോട്ടെ അങ്ങോട്ടത് ഇത് വീഡിയോ പങ്ക് മനസ്സിലാവും ചോദിച്ചോട്ടെ ഇതിങ്ങനെ പറഞ്ഞ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേപോലെ യൂസ് ചെയ്യുന്നതാണോ ഒരേപോലെ യൂസ് ചെയ്യാം അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ആണുങ്ങൾ കാണാൻ കൂടുതൽ യൂസ് ചെയ്യാൻ പെണ്ണുങ്ങൾക്കോ പറയ് രണ്ടാളും ഒരേപോലെ യൂസ് ചെയ്യും ഒരേപോലെ യൂസ് ചെയ്യും ഇത് മേത്ത് തേക്കുന്ന അങ്ങനത്താണോ അതൊന്നും പറഞ്ഞില്ല അതൊന്നും പറഞ്ഞിട്ടില്ല മറ്റേതാണോ ലിപ്സ്റ്റിക് ആണോ ആണുങ്ങൾ യൂസ് ചെയ്യും മേക്കപ്പ് ഇതൊരു പ്രൊഡക്റ്റ് ആണോ ഇതൊരു സാധനം ഒരു സാധനം ചീർപ്പാണോ ആണോ ഇങ്ങനെ ഓരോന്നോരോന്ന് ഈ ക്ലൂ ആയിട്ട് പറയും അതന്നെ ഞാൻ ആ പ്രൊഡക്റ്റിൽ എത്തിയതാണ് അല്ല സ്പ്രേ ഇത് നമ്മൾ ചൂടാക്കിയിട്ടാണ് കഴിക്കുക തണുപ്പിച്ചിട്ടാണ് കഴിക്കുക ചൂടാക്കിയിട്ടും കഴിക്കും തണുപ്പിച്ചും കഴിക്കും തണുപ്പിച്ചാൽ ചൂടാക്കിട്ട് കഴിക്കാം ചൂടാക്കിയിട്ടാ കഴിക്കുക തണുത്തോണ്ട് കഴിക്കാം എന്നാൽ മോസ്റ്റ് ചൂടാക്കിട്ട് കഴിക്കും ചൂടാക്കിയിട്ടാ കഴിക്കുക യെസ് തണുപ്പിച്ചിട്ട് തീരെ കഴിക്കൂല തണുത്ത ഞാൻ തണുത്തിട്ട് വേണം കഴിക്കാം ഞാൻ തണുത്ത കഴിക്കില്ലേ അതല്ല ഞാൻ പറയാം ഇപ്പൊ ഐസ്ക്രീം ഒക്കെ നമ്മൾ ചൂടാക്കി കഴിക്കുവോ അല്ല അത് അങ്ങനെ ചൂടാക്കി കഴിക്കുന്നത് ചൂടാക്കിട്ട് കഴിക്കാം ശർക്കര ഇട്ടിട്ടാണോ ഉണ്ടാക്കുക പഞ്ചസാര ഇട്ടിട്ടാണോ ഉണ്ടാക്കുക ശർക്കര മനസ്സിലാണെങ്കിൽ രണ്ടും ഇടൂല രണ്ടും ഇടൂലേ പിന്നെങ്ങനെ സ്വീറ്റ് ആവുന്നേ അതിനൊരു സ്വീറ്റ്നെസ് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ പക്ക സ്വീറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു എന്റെ ആശിക സ്വീറ്റ് ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വീറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നു ചില സമയത്ത് സ്വീറ്റ് മാതിരി തോന്നുന്നത് ചെറിയൊരു സ്വീറ്റ് ആയിട്ട് തോന്നുന്നു നമുക്ക്
ചൂടാക്കുമ്പോ സ്വീറ്റ് ആയിട്ട് തോന്നുന്ന സാധനം. അങ്ങനെയല്ല, ഈ സംഭവം ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും. ആഷിക എന്തോ ഒരു ഉടായിപ്പ് കളിക്കുന്നുണ്ട് ആഷിക. ചെറിയൊരു സ്വീറ്റ്നെസ് ഇതിനുണ്ട്. ഓൾറെഡി ഈ സാധനത്തിന് സ്വീറ്റ് ആയിട്ടുണ്ട്. ഓൾറെഡി നല്ല ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും. നമ്മൾ ചില കാര്യങ്ങൾക്ക് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടാവില്ലേ? അതന്നെ, ഓൾറെഡി ഇതൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. സ്വീറ്റ്നെസ് ഉള്ള സാധനം, സ്വീറ്റ്നെസ് ഉള്ള ഒരു സാധനമാണ്. എന്നിട്ട് ചൂടാക്കിട്ട് നമ്മള് കഴിക്കുക. അതിൽ പഞ്ചസാര ഒന്നും ഇടൂല. കഴിക്കല്ല കുടിക്കുക ചെയ്യാ. ഞാൻ പറഞ്ഞില്ലല്ലോ, അത് ഞാൻ ഇങ്ങോട്ട് ഫസ്റ്റ് ചോദിച്ചിക്ക്. കഴിക്കണം കഴിക്കാ. ഇപ്പൊ നമ്മൾ ചിലപ്പോ അത് എന്താ പറയാ, കഴിക്കാച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു ബിസ്ക്കറ്റ് കഴിക്കാന്ന് പറയും. അതേമാതിരി നമുക്ക് എന്താ പറയാ, കഴിക്കാൻ വെച്ചാൽ കഴിക്കാം, പക്ഷെ കുടിക്കാൻ പറ്റില്ല. ചില ആൾക്കാർ ഇത് കുടിക്കാൻ പറ്റില്ല. നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞത് കുടിക്കാൻ പറ്റും, വേണമെങ്കിൽ കഴിക്കാവാ. ഉടായിപ്പ് കളി കളിക്കരുത് ആഷിക. അപ്പൊ ഇത് കഴിക്കുന്ന സാധന, കഴിക്കുന്ന സാധന ചൂടാക്കിയാ കഴിക്ക, ചൂടാക്കാണ്ട് കഴിക്ക. ഞാൻ കളിക്കില്ല. ആഷികക്ക് തന്നെ അറിയില്ല ഇത് എന്താ ഏത് സാധനം എന്നുള്ളത്. അതെനിക്കറിയാം. തീർന്ന് റെക്കോർഡിങ് അവസാനിച്ചിട്ടില്ലേക്കും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാൾക്കും ഇത് കണ്ടെത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്താക്കി 5 ക്ലൂ വെച്ചിട്ട് കൊടുക്കാന്ന് വിചാരിച്ചേ. ഫസ്റ്റത്തെ ക്ലൂ ഞാൻ പറയാം. തിന്നുന്ന സാധനമാണ്. ഒരു ക്ലൂ, തിന്നുന്ന സാധനമാണ്. എന്താ പറയാ, കട്ടിയുള്ള സാധനമല്ല. രണ്ടാമത്തെ ക്ലൂ ഞാൻ കൊടുത്തേ, ചൂടോടെ ഉണ്ടാക്കുന്ന സാധനം. മൂന്നാമത്തെ ക്ലൂ കൊടുത്ത് എനിക്കറിയില്ല എന്താ പറയാ. ഇതിന് ചെറിയൊരു എന്താ പറയാ, ഒരു സ്വീറ്റ് മാതിരി നമുക്ക് തോന്നും. ഞാൻ കഷ്ടപ്പെട്ട് നിങ്ങളടുത്ത് ചോദിച്ച് അറിഞ്ഞ കാര്യം പിന്നെ എന്നോട് എന്താ ചോദിച്ചാ. പിന്നെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടാ. അതെനിക്ക് ഭയങ്കര ഇഷ്ടാ. എനിക്കിഷ്ട ഭയങ്കര. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടല്ലേ? എന്നാലും അത് ഇങ്ങനെ ഉണ്ടാക്കി തരുന്ന എനിക്ക് പ്രത്യേക ഇഷ്ടാ. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടാ. ഇങ്ങനെ ഉണ്ടാക്കി തരുമ്പോ പ്രത്യേക ഇഷ്ടാ. ഇനി എന്റെ ആലോചന പിന്നെ അതിന്റെ കുറച്ച് ക്ലൂ അറിയും. ഇതെന്തേ ഇനി പറഞ്ഞ മാതിരി തന്നെ നമ്മള് വേണമെങ്കിൽ ബെഡ്റൂമിൽ വെക്കാം, അല്ലെങ്കിൽ ബെഡ്റൂമിൽ വെക്കണ്ട. വേണമെങ്കിൽ പോകുമ്പോ കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഞാനിപ്പോ കറക്റ്റ് പറഞ്ഞത് എന്ത്, ഇത് ചൂട ഉണ്ടാക്കുന്ന സാധനം. ഞാൻ നേരത്തെ ചോദിച്ചറിഞ്ഞ സാധനല്ലേ ഇത്. നല്ല ക്ലൂ. നിങ്ങൾ പൊയ്ക്കോ. എന്റെ പ്രൊഡക്റ്റിന്റെ സാധനം നല്ല നീളമുള്ളതാണ്, ചെറുതാണോ? പോരാണ്ടത് പോരും. പിന്നെ നല്ല നീളം കൂടിയതാണോ ചെറുതാണോ? നീളം കൂടുതലാ? നീളം കൂടിയതാണോ ചെറുതാണോ? അന്ന് പറഞ്ഞ അത്യാവശ്യം വലിപ്പുണ്ട്, വലിപ്പമില്ല. അങ്ങനല്ല, ഒരു കറക്റ്റ് പറയും. അത്യാവശ്യം വലിപ്പുണ്ട്, വലിപ്പമില്ല. ഒരു കറക്റ്റ് പറയും. എല്ലായിടത്തും ഇപ്പൊ എനിക്ക് മോഡറേറ്റ് വലിപ്പം ആണോ? ഞാൻ ഇപ്പൊ ഈ സാധനം, ഒരു സാധനം ഉണ്ടെങ്കിൽ അത് നമുക്ക് അത് വെച്ച് കഴിക്കാം. അങ്ങനെ യൂസ് ചെയ്യാത്. മെയിൻ സാധനത്തിന് വെച്ച് കഴിക്കാനുള്ള സാധനം യൂസ് ചെയ്യാം. ബ്രെഡോ കഴിക്കാൻ കിട്ടി. ഇത്രയും ക്ലൂ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. ഞാൻ ഒരു ക്ലൂ തരാം. ഓയിലുണ്ട്. പിന്നെ എന്ത് പറയാനാ, എനിക്ക് വേറെ കാര്യം പറയാം. നല്ല ക്ലൂ തരാം. നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോ ഈ സാധനം നമുക്ക് ഇതിന്റെ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് കഴിക്കുമ്പോ ഇത് നമ്മളവിടെ ഇതിന്റെ സാധനം നമ്മളവിടെ കാണുന്നുണ്ട്. പുറത്ത് പോയി കഴിക്കുമ്പോ ചില സ്ഥലങ്ങളിൽ, എല്ലായിടത്തല്ല, ഇതിന്റെ വേറൊരു സാധനം അവിടെ കാണുന്നുണ്ട്. അവിടെ ഇവിടെ ആയിട്ട് കാണലുണ്ടോ? മസ്ക വണ്ണോ? പുറത്ത് പോയി കഴിക്കുമ്പോ അങ്ക് മാത്രം ഇത് ഞാൻ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. 25 മിനിറ്റ് 20 മിനിറ്റ് ഇങ്ങനെ ചോദിച്ചു. പുറത്ത് പോയി കഴിക്കുമ്പോ ചില പുറത്ത് പോയി കഴിക്കുമ്പോ ഈ സെയിം സാധനം അല്ല, പക്ഷെ ഇതിന്റെ സംഭവം നമ്മൾ അവിടെ ടച്ചിങ് സൈറ്റ് നമുക്ക് എന്താക്കലുണ്ട്. ചില കാര്യങ്ങൾ കൂട്ടാനൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. സോസോ ഇല്ല, ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിപ്പോ അങ്ങനെ പറയാൻ പറ്റും. ഭയങ്കര ഇഷ്ടമാണത്. അങ്ങനൊന്നുമില്ല. ഞാൻ ഡെയിലി ഇത് യൂസ് ചെയ്യുന്ന സാധനമാണോ? നമ്മൾ ഡെയിലി യൂസ് ചെയ്യല്. നമ്മളല്ല, ഞാനിത് ഡെയിലി യൂസ് ചെയ്യും. ഇനിയും യൂസ് ചെയ്യും. വിരളമായിട്ടാ? അല്ലല്ല, യൂസ് ചെയ്യും. ഡെയിലി യൂസ് ചെയ്യും. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും യൂസ് ചെയ്യും. നമ്മള് പുറത്ത് പോയി ഇത് കഴിക്കലുണ്ട്. ഇത് പറയും ഒരു 5 ഇത് പറയാശിക്ക. ഞാൻ പറയുള്ളൂ. അല്ല, നമ്മൾ പുറത്ത് പോയി ഇത് കഴിക്കലുണ്ടോ?
ഇല്ല ഇല്ല, പുറത്തു പോയി നമ്മള് കഴിക്കലില്ല. പുറത്ത് ഇതുവരെ കഴിച്ചില്ല ഈ സാധനം. ആത്തുന്നേ കഴിച്ചിട്ടുള്ളൂ. എനിക്ക് ഇത്ര ഞാൻ പറഞ്ഞു, എനിക്ക് വീട്ടിലേക്ക് എത്തുന്ന ഒരു സാധനം പറഞ്ഞു പറയും. അങ്ങനെ പുറത്തു പോയി പോപ്പുലർ ആയിട്ടുള്ള എന്തെങ്കിലും ആണോ അത്? അല്ല. അല്ല. പിന്നെ പുറത്തു പോയാൽ നമുക്ക് കഴിക്കാൻ കിട്ടും എന്ന് അറിയുന്ന എന്താ പിന്നെ? പുറത്ത് പോയി കഴിഞ്ഞാല് ഇതിന്റെ ഒരു സംഭവം കിട്ടലുണ്ട്, എന്നിട്ട് നമ്മള് കഴിക്കലില്ല. അപ്പൊ പിന്നെ പുറത്തു പോയാൽ കഴിക്കലുണ്ടല്ലോ. പക്ഷെ ഈ സാധനം അല്ലല്ലോ അത്. ഇതിന്റെ ഡ്യൂപ്പാ പുറത്തു പോയിട്ട് കഴിക്കല്. നമ്മള് സ്വീറ്റ് ആയിട്ടുള്ള ഒരു സാധനം പുറത്തു പോയി കഴിക്കില്ലല്ലോ. കേക്കാണോ? ഞാൻ ഇത് സ്വീറ്റ് ഐറ്റം എന്ന് പറഞ്ഞില്ലല്ലോ. ഇതിന് എനിക്ക് ചെറിയൊരു സ്വീറ്റ് മാതിരി തോന്നലുണ്ടല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ അത്ര വരെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്വീറ്റ് മാതിരി എനിക്ക് തോന്നലുണ്ട്. മാറല്ല, സ്വീറ്റ് ഒന്നല്ല അതിന്റെ അർത്ഥം. ഇത് കഴിക്കുമ്പോ ചെറിയൊരു സ്വീറ്റ്നെസ്സും കിട്ടലുണ്ട്. ഉപ്പുണ്ട് ഇതിന്? ഉപ്പ് അറിയില്ല ഇടലുണ്ടോന്നുള്ളത്. ഉപ്പിടുള്ള ചാൻസ് ഇല്ല തോന്നുന്നു, അറിയില്ല. അപ്പൊ ഇടലുണ്ടോ എനിക്ക് അറിയില്ലല്ലോ. നമ്മള് ഒരുമിച്ച് പോകുമ്പോ കൊണ്ടുപോകുന്ന സാധനം മയോണൈസ്. അതിന് വരൂ, അവിടെ എവിടെ വരൂ. മയോണൈസ് ആണോ എഴുതിയേ? ഫുള്ള് അങ്ങനെ ആയിന്ന് പറയാൻ പറ്റില്ല. അവിടെ വരെ എത്തിക്കുന്ന പറയാൻ മയോണൈസ് അല്ല. ഇല്ല, മയോണൈസ് കെച്ചപ്പോ അങ്ങനെ എഴുതിയേ. ഇനി അവിടെ വരെ എത്തില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് മയോണൈസ് അല്ലത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന സാധനം. നിങ്ങൾ ഇവിടെ ഏരിയ മയോണൈസ് ആണോ? മയോണൈസ് ആണ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആണ്. പിന്നെന്താ ഫുള്ളായില്ല. എനിക്ക് മനസ്സിലായില്ല. ഇതില് MO മയോണൈസ് ഉണ്ട്. മയോണൈസ് ഉണ്ട്. അപ്പൊ മയോണൈസ് കൂട്ടിയിട്ടുള്ള ഒരു വേർഡ് അവിടെ എഴുതി വെച്ചേ. എടി ഞാൻ പറയട്ടെ ഒരു സാധനം. ഞാനിപ്പോ വെജിറ്റബിൾ ഷെൽഫ് എന്ന് പറഞ്ഞ സാധനമാണെങ്കിൽ ഇനി വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തരാൻ പറ്റുമെങ്കിൽ. അയ്യേ അങ്ങനെ എടി ഇനി അവിടെ എത്തി മയോണൈസ് കറിയോ കുടിക്കാം. അതുപോലെ റെസ്റ്റോറന്റ് ഇഷ്ടമായിട്ടുണ്ടാവും. ഫുഡായിട്ട് ഏതോ എനിക്കറിയാം ഇപ്പോഴുണ്ടോന്നുള്ളത്. എന്താ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് ചലഞ്ചിൽ ഞാൻ ജയിച്ചിട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ചലഞ്ച് എത്ര മിനിറ്റ് എനിക്കായില്ല. ഒരു 25 മിനിറ്റ് 20 മിനിറ്റ് പോളാ ചോദിച്ചത്. ഇന്നെ ചോദിക്കാൻ സമ്മതിച്ചില്ല. നിങ്ങൾ ചോദിക്കൊക്കെ ചെയ്തു. പിന്നെ പക്ഷെ ആഷിക്ക കറിയിലോട്ടോ, കറിയിൽ നമ്മൾ മധുരല്ലല്ലോ, ഉപ്പിടൂലേ. അതല്ല ഞാൻ പറഞ്ഞത്, വ്യത്യാസം ഉണ്ടെന്നറിയാം. ഈ കറി ഒരു സ്പൈസി ആയ കറിയല്ല. ഇത് നമ്മള് ബട്ടറും കൊണ്ട് കഴിക്കുമ്പോ ഒരു സ്വീറ്റ്നെസ് ഉണ്ട് ഈ കറിക്ക്. എന്നാലും അത് ഉപ്പിട്ടിട്ടല്ലേ ഉണ്ടാവും. അതെനിക്കറിയോ ഉപ്പിടുണ്ടോന്നുള്ളത്. ഞാൻ പറഞ്ഞ കറിക്ക് ഉപ്പില്ലെങ്കിൽ അറിയില്ല, ഉപ്പിടുണ്ടോ എനിക്കറിയില്ല. കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ ഇത് പറയും. പിന്നെ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. എന്താണോ ഫോൺ ഹോൾഡർ ആണോ ഇത്? അമ്മ എന്തായാലും ഡെയിലി കൊണ്ടെടുക്കല്. അമ്മാവന്റെ വീട്ടിലായി കൊണ്ടെടുക്കല്. ഞാനല്ലേ ഞാൻ ഇങ്ങടുത്ത് പറഞ്ഞ അതൊന്നല്ല, നിങ്ങളെടുത്ത് വായിക്കേ. റിംഗ് ലൈറ്റ് റിംഗ് ലൈറ്റ് നമ്മള് എപ്പോഴും കൊണ്ടെടുക്കല്. നമ്മള് അപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് കാര്യമാണോ? ഇത്രയും കാലായിട്ടില്ലേ നമ്മള് ഈ സാധനം കൊണ്ടുപോയി ഒറ്റ പ്രാവശ്യം. അല്ലല്ല, ഞാൻ എന്റെ വീട്ടിൽ പോകുമ്പോ ഇവിടെ വീട്ടിലേക്ക് ഒരൊറ്റ പ്രാവശ്യം ഇത് കൊണ്ടുപോയി. ഒറ്റ പ്രാവശ്യമല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ കാറിലൊക്കെ ഇട്ട് കൊണ്ടുപോയത് ഓർമ്മയില്ല? കാറിലൊക്കെ നമ്മള് രണ്ടാളും സ്ഥിരമായിട്ട് കൊണ്ടെടുക്കുന്ന സാധനമാണ്. സ്ഥിരമായിട്ട് കൊണ്ടെടുക്കലെന്ന് വെച്ചാൽ നമ്മളെ കണ്ടന്റിന് വേണ്ടി നമ്മൾ ഡെയിലി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഞാൻ തോറ്റ് സമ്മതിച്ചു. പക്ഷെ ഇത് ഓള് എനിക്ക് പ്രോപ്പറായിട്ട് ഒന്നും പറഞ്ഞില്ല. നമ്മൾ രണ്ടാളും ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ്. ചോദിച്ചില്ല, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യട്ടെ. ചോദിക്കാൻ സമ്മതിക്കുന്നുണ്ടോ? അപ്പൊ ഗൈസ് ഞാൻ ജയിച്ചിരിക്കുന്നു. കള്ളക്കളി അല്ലല്ല, ഞാൻ ഭയങ്കര ടാലന്റ് ഉപയോഗിച്ചിട്ട് ഈ വീഡിയോ കണ്ട് നമ്മള് നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് എത്ര ആക്കരുത് കാണുന്നില്ല. പക്ഷെ നിങ്ങൾ ജെനുവനായിട്ട് പറയണം ആരാള് കൊടുത്തത്, ആരോ എഴുതി കളിച്ചത് നിങ്ങൾ വ്യക്തമായി പറയണം. നിങ്ങൾ അത് പറയണം.
എത്ര പ്രാവശ്യം ഇതാണോ എന്ന് ചോദിച്ചത് ആരാ കൂടുതൽ പറഞ്ഞതെന്നും പറയണം. ഓക്കെ, അപ്പൊ ഈ ചാലഞ്ചിൽ ഞാൻ വിട്ടെടുത്താ ഞാൻ അന്ന് ജയിച്ചിരിക്കുന്നു. അന്ന് ഇവള് തോറ്റയെ കൊണ്ട് സങ്കടം ഇതാ വാങ്ങിച്ചിരുന്നേ. ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ ഡയറി മിൽക്ക് വാങ്ങിച്ചെടുക്കാൻ നടക്കുന്നത്. ഡയറി മിൽക്ക് ഡയറി മിൽക്ക് വാങ്ങിച്ചെടുക്കും. അപ്പം എന്താ പറയാ, നമ്മളെ ചലഞ്ച് കണ്ട് ബോറടിച്ചോണ്ടോന്ന് ആർക്കും അറിയില്ല. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേമാതിരി തന്നെ കൂടുതൽ ചലഞ്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ. നിങ്ങൾക്ക് മറ്റേ എന്തൊക്കെ സജസ്റ്റ് ചെയ്യല്ലേ? സജസ്റ്റ് ചെയ്യാൻ നല്ലതാണ് നമ്മൾ ചെയ്യല്ലേ. അത്രേ ഉള്ളൂ. ബൈ. റിംഗ് ലൈറ്റ് ഇങ്ങോട്ടിച്ചോ. ബൈ.